അപ്പോൾ നമുക്ക് നോക്കാം കൂട്ടുകാരെ, എന്തൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് നോക്കാം. 3 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള 3 സവാളയാണ്. 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, 2 നന്നായിട്ട് പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പനീർ എടുത്തിട്ടുണ്ട്. പനീർ ഒരു 180-200 ഗ്രാമൊക്കെ കാണും കേട്ടോ. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എനിക്ക് കറക്റ്റായിട്ട് ഗ്രാം ഒന്നും അറിയില്ല, എങ്കിലും ഞാൻ ഊഹം വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. ഒരു 200 ഗ്രാം കാണുമായിരിക്കും എന്ന് പറയുവാണ്. പിന്നെ 3-4 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ട് എടുക്കാം. ഞാനൊരു 3-4 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണത്. പേസ്റ്റ് അല്ല, അത് ചതച്ചെടുത്തു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു, പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ചതച്ചെടുത്തു. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില കേട്ടോ. ഇത്രയാണ്. ഇഞ്ചി വെളുത്തുള്ളി എടുക്കുമ്പോൾ 1 കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി എടുത്തേക്കുന്നത് 1 കുടം വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതായത് അതിനകത്തിലൊരു 10-15 എണ്ണം കാണുമായിരിക്കും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തോളുക. അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. ഞാനെല്ലാം കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അല്ല, ഞാൻ വീണ്ടും പറയാം, ഞാൻ ചതച്ചെടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ചീനിച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ അത് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോഴാണ് ഞാൻ ഉള്ളി അങ്ങോട്ട് ഇടുന്നുണ്ട്. ഉള്ളി അങ്ങോട്ട് ഇട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇടുക. നിങ്ങൾ അത് ഞാൻ പറയുന്നില്ല എത്രയാണെന്ന്, അവരവർക്ക് ആവശ്യമുള്ള അത്ര ഇടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു 8 മിനിറ്റ് അടച്ച് വെക്കുക. ഓക്കെ. പിന്നെ നമ്മൾ മിക്സിയിലോട്ട് നമ്മൾ തക്കാളിക്കായി ഞാൻ എടുത്ത് വെച്ചിട്ടില്ലേ 2 തക്കാളി. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നു, കാഷ്യൂനട്ട് ഒന്ന് കുതുക്കണമായിരുന്നേ. കാഷ്യൂനട്ട് കുതുത്തതും കൂടെ എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെക്കുവാണേ. എന്നിട്ട് നമ്മൾ ആ ഉള്ളി സവാള വഴറ്റിയില്ലേ, ആ വഴറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതാ ഈ ബ്രൗൺ കളറാവും കേട്ടോ. ഈ ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ നമ്മൾ മസാലകളൊക്കെ ഇടാവുള്ളൂ. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് 3ഉമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം ചില മുളക് പൊടിക്ക് എരി കൂടുതലുള്ളതുകൊണ്ട്. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 1.5 സ്പൂണാണ് ഇട്ടേക്കുന്നത് കേട്ടോ. 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടേക്കുന്നത്. മറ്റേ മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ അവരവർക്ക് ആവശ്യമുള്ള അവർക്കല്ലേ അറിയുള്ളൂ. കൂടുതൽ എരി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഇടുക. ഇതിൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിക്കയുടെ പേസ്റ്റ് ഇല്ല, അത് ഇതിലോട്ടങ്ങ് ഒഴിക്കുവാന്നേ. അപ്പോൾ നമ്മൾ പനീറേ പിന്നെ ഇപ്പുറത്തൊരു ഫ്രൈ പാനിലോട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത് എനിക്ക് ആ കളറ് ബ്രൗൺ കളറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. എടുത്താണ് കണ്ടോ, ഇങ്ങനെ ഈ കളറിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ ഗ്രേവി ഇങ്ങനെ കിടന്ന് വെട്ടി തിളച്ച് വരുവാണ് കണ്ടോ. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളായിരുന്നേ. നമ്മൾ ആ കാഷ്യൂനട്ട് കുതിർത്തിയ ആ വെള്ളം ഇല്ലായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, ആ വെള്ളം ഞാൻ കളയുന്നില്ല, അരച്ചെടുത്ത വെള്ളമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്രേവി നന്നായിട്ട് വെന്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. ഗ്ലാസ്. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച പനീർ അങ്ങോട്ട് ഇട്ടു കണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക, കണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചതായി മല്ലിയില കണ്ടോ. ഈ മല്ലിയില അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. നോക്കൂ സുഹൃത്തുക്കളെ, കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇങ്ങനെയാണ് ഞാൻ പനീർ വെക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ എനിക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരു ലൈക്ക് കൂടെ തരണേ, അതിന് പിശുക്ക് കാണിക്കല്ലേ, ഒരു ലൈക്ക് കൂടെ തരിക. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.